പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ കാണപ്പെടുന്ന 7 പിശാചുക്കളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട 7 പിശാചുക്കൾ. സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് 12 ഗണം മാലാഖ വൃന്ദങ്ങളിൽ നിന്ന് 3 ഗണം മാലാഖ വൃന്ദങ്ങൾ പാപം ചെയ്ത് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് താഴേക്ക് വീണുപോയി എന്നാണ് സഭ പാരമ്പര്യത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഇന്നുള്ളത് നവവൃന്ദം മാലാഖന്മാരാണ്. 9 വൃന്ദം. സ്വർഗത്തിൽ ഉണ്ടായിരുന്നത് 12 വൃന്ദം മാലാഖന്മാരാണ്. ദൈവം പിശാചിനെ സൃഷ്ടിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. പരമപരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് തിന്മ പുറപ്പെടുന്നില്ല. അതിനാൽ തന്നെ പരിശുദ്ധനായ ദൈവം പിശാചിനെ, തിന്മയെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ ദൈവം സർവപരിശുദ്ധനായതുകൊണ്ട്, സർവനന്മ സ്വരൂപനായതുകൊണ്ട് അവിടുന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പുണ്യം മാലാഖമാർക്കും മനുഷ്യർക്കും സമൃദ്ധമായി നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന പുണ്യത്തിന്റെ പ്രത്യേകത, ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പോലും വേണ്ട, എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് മക്കളുണ്ട്. ഈ മക്കൾ എനിക്ക് ഈ അപ്പനെയും അമ്മയും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ നമ്മളായാലും നോക്കി നിൽക്കുക നിവൃത്തിയുള്ളൂ. നമ്മൾ കൊടുത്ത സ്വാതന്ത്ര്യമാണത്. ധൂർത്തപുത്രൻ സ്വന്തം പിതാവിനോട് എനിക്ക് ഈ അപ്പന് വേണ്ട, സമ്പാദ്യം എനിക്കുള്ളത് തരിക, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയാൽ ആ നല്ലവനായ പിതാവ് കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോയ ഇടയനെ പോലെയോ നാളെ നഷ്ടപ്പെട്ടു പോയ സ്ത്രീയെ പോലെയോ ആ ധൂർത്തപുത്രന്റെ പുറകെ പോകുകയില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് 3 ഗണം മാലാഖ വൃന്ദങ്ങൾ താഴേക്ക് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് വീണുപോയി. ആ 3 ഗണം മാലാഖമാരെ 7 തരം, അതായത് ഈ പിശാചുക്കളെ 7 വിഭാഗമായിട്ടാണ് ബൈബിളിൽ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം ലൂസിഫർ എന്ന് പറയുന്ന വിഭാഗമാണ്. ആ ലൂസിഫർ എന്ന് പറയുന്നത് അഹങ്കാരം എന്ന പാപത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പ്രകാശത്തിന്റെ പുത്രൻ. യെശയ്യായുടെ പുസ്തകം 12 അധ്യായത്തിൽ ആ ഉദയ നക്ഷത്രം താഴേക്ക് വീണു എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിന്റെ ആ ദൂതനെ, ലൂസിഫറിനെ, സ്വയം ദൈവമാകാൻ ആഗ്രഹിച്ച ആ പിശാചിനെയാണ് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. രണ്ടാമത് ബൈബിളിൽ കാണുന്ന മറ്റൊരു പിശാച് ലെവിയാത്തോൻ എന്ന പിശാചാണ്. സങ്കീർത്തനം 74:14 104:26 നമ്മൾ ഈ ഒരു സാത്താനെ കാണുന്നുണ്ട്. സമുദ്രത്തിന്റെ അധികാരിയായിട്ടാണ് ഈ സാത്താനെ ബൈബിളിൽ വർണ്ണിക്കുന്നത്. അത് പ്രതിനിധാനം ചെയ്യുന്നത് അസൂയ എന്ന പാപത്തെയാണ്. കടലോര മക്കൾ സൂക്ഷിക്കേണ്ട പിശാചിന്റെ പേരാണിത്. സമുദ്രത്തിന്റെ ദേവൻ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ദേവി. പ്രധാനമായും അസൂയയാണ് ഈ പിശാചിന്റെ പ്രത്യേകതയായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. മൂന്നാമത് നാം കാണുന്ന മറ്റൊരു പിശാചാണ് മാമോൻ. ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാൻ സാധ്യമല്ല എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്. മാമോൻ എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ ദുരാത്മാവാണ്. അത് നമ്മൾ 3 ദുരാത്മാക്കളെ കണ്ടു. 1 അഹങ്കാരം, 2 അസൂയ, 3 ദ്രവ്യാഗ്രഹം. ഇതിനെ ലൂസിഫർ, ലെവിത്യോൻ, മാമോൻ എന്ന് കാണുകയാണ്. 3 പിശാചിനെ നമ്മൾ കാണാം. ഇനി 4ാമത് നമ്മൾ കാണുന്ന മറ്റൊരു പിശാചിന്റെ പേരാണ് സാത്താൻ. സാത്താൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എതിർക്കുന്നവൻ എന്നാണ്. കോപം എന്ന് പറയുന്ന ആ വസ്തുതയെയാണ്, ആ പാപത്തെയാണ് സാത്താൻ പ്രതിദാനം ചെയ്യുന്നത്. അത് പ്രതികാരരാഹിയാണ്. ഏദൻ തോട്ടത്തിൽ ആദത്തിന് ഹവ്വയ്ക്കുമെതിരെ കടന്നു വന്നത് സാത്താനാണ്. പുരാതന സർപ്പം എന്നാണ് വെളിപാട് പുസ്തകത്തിൽ സാത്താനെ വിളിക്കുന്നത്. 5ാമത് നമ്മൾ കാണുന്നത് മറ്റൊരു പിശാച് അസ്മദേവുസ് എന്നൊരു പിശാച് നമ്മൾ കാണുകയാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ സാറയെ ശല്യം ചെയ്യുന്ന അസ്മദേവുസ് എന്നൊരു പിശാചിനെ കാണുന്നു. ഈ പിശാച് പ്രതിദാനം ചെയ്യുന്നത്
മോഹം എന്ന പാപത്തെയാണ്, ലൈംഗികത തിന്മയുടെ പാപത്തെയാണ് ഈ പിശാച് പ്രതിനിധാനം ചെയ്യുന്നത്. ഇനി ആറാമതൊരു പിശാച് നമ്മൾ കാണുകയാണ്. യേശു ക്രിസ്തുവിനെതിരെ യഹൂദന്മാർ ആരോപിച്ച പിശാചാണ് ബെൽസെബൂബ് എന്നാണ് ആ പിശാചിന്റെ പേര്. ബെൽസെബൂബ് എന്ന് വിളിക്കുന്നു. ഫിലിസ്തീൻ ദേവനായി കാണുകയാണ്. അത് കൊതിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് പ്രത്യേകമായിട്ട്. ഇനി അവസാനത്തെ ഒരു പിശാച്, അത് മരുഭൂമിയിലെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ്. ആ പിശാചിന്റെ പേര് അസീഡിയ എന്നാണ്. സങ്കീർത്തനം 91:6 പറയുന്ന നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം എന്നാണ് എൻ്റെ അർത്ഥം. ഇതിലെ പ്രതിദാനം ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് മടി എന്ന പാപമാണ്. അപ്പോൾ ബൈബിളിൽ പ്രധാനപ്പെട്ട 7 പിശാചുക്കളെയാണ് ഇവിടെ പറഞ്ഞു തന്നത്. അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, കോപം, മോഹം, കൊതി, മടി. സഭ ഇതിനെ 7 മൂലപാപങ്ങളായിട്ടാണ് നിർവചിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിശാചിന്റെ പ്രത്യേകത, ഈ മൂലപാപങ്ങളുടെ പ്രത്യേകത, അത് അതിൽ തന്നെ പാപം ചെയ്യുകയല്ല, മറിച്ച് പാപത്തിന്റെ വേരായി നിന്നുകൊണ്ട് പാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, കോപം, ഇതൊന്നും അതിൽ തന്നെ പാപമാവുന്നില്ല. എനിക്കുണ്ടാവുന്ന ആത്മവിശ്വാസം അഹങ്കാരത്തിന്റെ ഭാഗമായിരിക്കാം. എനിക്ക് മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ നമ്മെ വളർത്താൻ വേണ്ടി ഒരു പക്ഷെ ഉപകരിക്കുമായിരിക്കാം. എനിക്ക് സമ്പത്തിനുണ്ടാകുന്ന മോഹം എൻ്റെ ജീവിതത്തിന് കരുപിടിപ്പിക്കുന്നതിന് ഒരു പക്ഷെ ആവശ്യമായിരിക്കാം. ഭക്ഷണത്തോടുള്ള കൊതി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ രീതിയിൽ ജീവിക്കാൻ വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. ഇങ്ങനെ ഓരോന്നിനും അതിൽ തന്നെ ഒരു നന്മയുടെ ഭാഗമുണ്ടെങ്കിലും അവ എപ്രകാരമാണ് പാപങ്ങളുടെ വേരായി മാറുന്നത് എന്ന് സഭയിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വസ്തു നമ്മൾ മനസ്സിലാക്കണം. പിശാച് എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 2 കൊമ്പ് ഒരു വാലും വെച്ചുകൊണ്ട് ഇതാ ഞാൻ തന്നെ പാപം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീകര സത്വമോ, വലിയ വലിയ മാരക പാപങ്ങളുടേതായ ആ രീതിയിലോ അല്ല തിന്മയുടെ പ്രലോഭനം കടന്നു വരുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ പാപത്തിന്റെ വേരുകളായി നിന്നുകൊണ്ട് സാവധാനം നമ്മെ പാപത്തിന്റെ കെണിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ മൂലപാപങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ എളിമ പരിശീലിക്കുവാൻ ഞാൻ പഠിക്കണം. എൻ്റെ ഉള്ളിൽ അസൂയ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ കോപം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉള്ളിൽ മോഹം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായ സൽപ്രവൃത്തികൾ, പുണ്യങ്ങൾ അഭ്യസിക്കുവാൻ നാം പഠിക്കണം. ഈ നോമ്പ് കാലത്ത് നാം നമ്മുടെ ജീവിതത്തിൽ പരിശീലിച്ചെടുക്കേണ്ട പുണ്യങ്ങൾ, അതായത് അവയ്ക്കെതിരെ മുന്നോട്ട് പോകുവാനല്ല, ആർജിച്ചെടുക്കേണ്ട പുണ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരാനും അങ്ങനെ തിന്മയുടെ ശക്തികളെ തകർക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാതെ സാത്താൻ എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത് നമ്മെ തകർക്കാൻ വരുന്നത് മാരകപാപങ്ങളുടെ മാത്രമാണ് തെറ്റിദ്ധരിക്കരുത്. മൂലപാപങ്ങളുടെ അവസരം കണ്ടെത്തി അവ നമ്മെ തകർക്കുകയാണ് ചെയ്യുന്നത് സത്യം നമ്മൾ മനസ്സിലാക്കണം. ദ്രവ്യാഗ്രഹത്തിൻ്റെതായ ഒരു അരൂപി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലുത് വിശുദ്ധ കുർബാന ആയിരിക്കില്ല, സമ്പത്തായിരിക്കും. പണം എങ്ങനെ നേടാം, പണം എങ്ങനെ കിട്ടണം, പണം എങ്ങനെ ലഭിക്കും എന്നുള്ള ചിന്ത മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളതെങ്കിൽ ഞാൻ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന തിന്മയുടെ അടിമയായി മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ സൗന്ദര്യം, എൻ്റെ ശക്തി എന്നതിലാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ, അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകുന്നതെങ്കിൽ, അഹങ്കാരം എന്ന തിന്മയ്ക്ക് ഞാൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ അയൽവാസികളുടെ നന്മയെ പറ്റിയോ എൻ്റെ ബന്ധുമിത്രാദികളുടെ നന്മയെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രമാണ് പറയാനുള്ളതെങ്കിൽ, നോക്കൂ, അവളിട്ടിരിക്കുന്ന വസ്ത്രം നോക്കൂ, അവളിട്ടിരിക്കുന്ന ആഭരണം നോക്കൂ, അതുപോലെ എനിക്ക് വേണം എന്നുള്ള ചിന്ത മാത്രമാണ് എൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അസൂയ എന്ന തിന്മയുടെ അടിമത്തത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. മറ്റുള്ള വ്യക്തിയോട് വെറുപ്പുള്ളിൽ വെച്ചിരിക്കുകയാണെങ്കിൽ, എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കില്ല 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഞാൻ സ്വയം വെറുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന തിന്മ സാത്താൻ എന്ന കോപത്തിന്റെ അരൂപിയ.
ഏത് ഭക്ഷണം കിട്ടിയാലും എനിക്ക് ഭക്ഷിക്കണം, ഏത് ഭക്ഷണം ഞാൻ കൊതിയോടെ തിന്നും, എവിടെ ചെന്നാലും എനിക്ക് ഭക്ഷണം വേണം, ഭക്ഷണത്തോടു കൂടി നീ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിനക്ക് നീയുമായുള്ള ബന്ധം എനിക്കില്ല എന്ന രീതിയിൽ ഭക്ഷണത്തിന്റെ കൊതി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ബെൽസെബൂൽ എന്ന് പറയുന്ന തിന്മയുടെ ശക്തി എന്നെ ഭരിക്കുകയാ. ഒരു ജോലിക്കും പോകാതെ, ഒന്നും അധ്വാനിക്കാതെ സ്വയം മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ മടിയുടെ പാപം എന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നീ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, ഒന്നാം പ്രമാണം അനുസരിക്കുക എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന തിന്മയുടെ കെട്ടുകളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ആഹ്വാനമാണ് ആ കൽപ്പന എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ, എൻ്റെ ദൈവം, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എന്നുള്ള ചിന്തയാണ് പ്രഥമ സ്ഥാനമായി നിൽക്കേണ്ടത്. അതിനെ പറയുന്ന പേരാ പൂർണ്ണ മനസ്സ്. എൻ്റെ ഉള്ളിൽ പൂർണ്ണ മനസ്സിന് പകരം അസൂയയോ അഹങ്കാരമോ ദ്രവ്യാഗ്രഹമോ കോപമോ കൊതിയോ മടിയോ ആണെങ്കിൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവമല്ല. എൻ്റെ ദൈവത്തിന് മുമ്പിലുള്ളത് എനിക്കുള്ളത് പൂർണ്ണ മനസ്സല്ല, മറിച്ച് പാപമാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. മൂലപാപം എന്ന് പറയുന്നത്, ബൈബിളിൽ 7 പിശാചുക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന് പകരം എൻ്റെ ഹൃദയത്തിന്റെ, എൻ്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ ഇരിക്കുന്ന വലിയ തിന്മകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാപത്തെ അതിജീവിക്കുവാനും യേശു ക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടുകൂടി പിൻചെല്ലുവാനും ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.